കൽപ്പകഞ്ചേരി മണ്ടായപ്പുറത്ത് മൂപ്പന്മാർ ചരിത്രത്തിൽ മലബാറിന്റെ 1500-600 വർഷത്തിന് ഇങ്ങോട്ട് മലബാറിന്റെ ഈ ഉൾദേശങ്ങളുടെ ചരിത്രത്തിൽ ശ്രദ്ധേയമായൊരു സാന്നിധ്യമാണ്. തിരൂരിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വെട്ടത്തു ഭരണാധികാരികൾ ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ അവരിൽ ആ ഒരു താവഴിയിൽ ആ ഒരു പരമ്പരയിൽ വരുന്നവരാണ് ശരിക്കും മൂപ്പന്മാർ. അവരിൽ കൃഷ്ണമേനോനുണ്ട്, ഗോവിന്ദമേനോനുണ്ട്. ഈ കൃഷ്ണമേനോൻ അന്നത്തെ വെട്ടത്തു ഭരണാധികാരിയുടെ പ്രധാനമന്ത്രിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പിന്നീട് ആ ഘട്ടത്തിൽ തന്നെ ഇവിടുത്തെ മുസ്ലിങ്ങളെ കണ്ടുകൊണ്ട് മുസ്ലിമാകുന്നുണ്ട്. ഗോവിന്ദമേനോൻ മൊയ്തീനായിട്ടും കൃഷ്ണമേനോൻ മൊയ്തീനായിട്ടും ഗോവിന്ദമേനോൻ മുഹമ്മദായിട്ടും മുസ്ലിമായിട്ട് വരുന്നുണ്ട്. 1700 കാലഘട്ടങ്ങളിലാവണം. അന്ന് വെട്ടത്തു ഭരണാധികാരി ഔദ്യോഗികമായിട്ട് പൊന്നാനിയിൽ നിന്ന് മഖ്ദൂമിനെ കൊണ്ടുവന്ന് രാജകൊട്ടാരത്തിൽ വെച്ച് ഔദ്യോഗികമായിട്ട് മുസ്ലിമാവുകയാണ് കൃഷ്ണമേനോൻ. ഒരു മുസ്ലിമാകുമ്പോഴും ഇവിടുത്തെ ചേർത്ത് പിടിക്കലിന്റെയും ഈ സമൂഹ നിർമ്മിതിയിലും അദ്ദേഹത്തിന്റെ സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഭരണാധികാരി മനസ്സിലാക്കുന്നു. എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് പൊന്നാനിയിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് ഇവിടുത്തെ പ്രധാനമന്ത്രി മുസ്ലിമായ ഒരു ചരിത്രം ഈ വെട്ടത്തു ഭരണാധികാരികളുടെ ചരിത്രത്തിൽ, മൂപ്പന്മാരുടെ ചരിത്രത്തിൽ കാണുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് വെട്ടത്തു ഭരണാധികാരി നൽകിയ ഒരു അംഗീകാരം നാമമായിട്ടാണ് മൂപ്പൻ എന്നുള്ള വിളിയാളം. അതിനുശേഷം ഈ മൂപ്പന്മാരുടെ ചരിത്രം മലബാറിൽ വളരെ ആഴത്തിലുള്ള ഒരു ഹിസ്റ്ററി അതിനുണ്ട്. മൈസൂർ സുൽത്താൻമാർ വരുന്ന കാലഘട്ടത്തിൽ അവരെ ഉന്നത സ്ഥാനങ്ങളിൽ നിർത്തുന്നുണ്ട്. പിന്നീട് സുൽത്താൻമാരുമായിട്ടുള്ള ചില ഇഷ്യൂസിനെ തുടർന്ന് അവർ തിരുവിതാംകൂറിലേക്ക് അവർ നാടുവിട്ടു പോകുന്നുണ്ട്. മൈസൂർ ഭരണം അവസാനിക്കുന്നതോടുകൂടി മലബാറിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് മമ്പ്രം തങ്ങൾ ഇവിടെ നിന്ന് തന്റെ സഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് കൽപ്പകഞ്ചേരി മണ്ടായപ്പുറത്ത് മൂപ്പന്മാരുടെ വീട്ടിലെത്തുന്നത്. നമുക്കറിയാം അതിന്റെ ചരിത്രം. വ്യത്യസ്ത മമ്പ്രം തങ്ങളെ കുറിച്ച് ഒരു വിരചിതമായ കൊച്ചു കൊച്ചു പുസ്തകങ്ങളിൽ പോലും ഈ കഥ പറയുന്നുണ്ട്. അന്ന് ആലി മൂപ്പനും മൊയ്തീൻ മൂപ്പനുമാണ് അവിടെ ഉണ്ടായിരുന്നത് മണ്ടായപ്പുറത്ത്. അവിടുത്തെ തങ്ങളുടെ സഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് അവരുടെ വീട്ടിലെത്തുമ്പോ മണ്ടായപ്പുറത്ത് തെക്കേതിൽ തറവാട്ടിൽ അദ്ദേഹം ചൂതുകളിലോ മറ്റോ ആണ്. മമ്പ്രം തങ്ങൾ അവിടെ പോയിരുന്നു. ഉച്ചയായപ്പോൾ നിസ്കരിക്കാൻ പോയി. വീണ്ടും വന്നപ്പോ ഇവര് കളി തുടരുകയാണ്. അസ്റായപ്പോ മമ്പ്രം തങ്ങൾ നിസ്കരിച്ചു വന്നോ ഇവർ വീണ്ടും കളിയിലാണ്. മമ്പ്രം തങ്ങൾ അവരെ വിളിച്ചിട്ട് അവരെ ഗുണദോഷിക്കുന്നുണ്ട്. ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിമാരാണ്. ഈ ഒരു ബന്ധത്തിലൂടെ ഈ ഒരു നാടിന്റെ നിർമ്മിതിയിലേക്ക് ആ ഒരു പന്ഥാവിലേക്ക് കടന്നു വരുന്നു. മമ്പ്രം തങ്ങളും മണ്ടായപ്പുറത്ത് മൂപ്പന്മാരും വലിയ അടുപ്പത്തിലാകുന്നു, സൗഹൃദത്തിലാകുന്നു. ഈ ഏറനാടിന്റെ അല്ലെങ്കിൽ വള്ളുവ നാടിന്റെ പൊന്നാനി താലൂക്കിന്റെ ഈ തിരൂര് മുതൽ ചേറ്റുവ വരെയുള്ള വലിയൊരു ദേശത്തിന്റെ മൊത്തം ആധിപത്യം, സ്വാധീനം അവർക്കുണ്ട്. മമ്പ്രം തങ്ങളും മണ്ടായപ്പുറത്തും മൂപ്പന്മാരും വലിയ ബന്ധത്തിലാകുന്നതോട് കൂടിയിട്ട് ഈ ദേശം മൊത്തം മമ്പ്രം തങ്ങളുടെ ഒരു സ്വാധീന ഒരു വലയം വ്യാപിക്കുകയാണ്. എവിടെ പള്ളി നിർമ്മിക്കാൻ തങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുകയാണ്. പലയിടത്ത് പോകുമ്പോഴും ഈ കുടുംബത്തിലുള്ളവരാണ് അവിടെ ഉണ്ടാകുന്നത്. പൊന്മുണ്ടത്തേക്ക് പോകുമ്പോൾ മമ്പ്രം തങ്ങൾ പിന്നീട് പൊന്മുണ്ടത്തേക്ക് പോകുന്നുണ്ട്. പൊന്മുണ്ടത്തേക്ക് എത്തുമ്പോഴും അവിടെ കാണുന്നത് മണ്ടായപ്പുറത്ത് മൂപ്പന്മാരുടെ കുടുംബത്തിൽപ്പെട്ടവരെയാണ്. സ്വാഭാവികമായിട്ടും തങ്ങളെ ചേർത്ത് പിടിച്ചു. തങ്ങളുടെ ഈ ഒരു നിലപാട്, ഈ ഒരു സമീപന രീതി ഓരോ നാട്ടിലെയും സ്വാധീനമുള്ള ഇവിടുത്തെ ജനനായകന്മാരെ, ഇവിടുത്തെ ഉമറാക്കളെ, ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ അന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉപയോഗപ്പെടുത്തിയ ഒരു രീതിശാസ്ത്രം വലിയ അർത്ഥത്തിൽ ഇവിടെ വർക്ക് ചെയ്തത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നു. ഈ മണ്ടായപ്പുറത്ത് മൂപ്പന്മാരുമായിട്ട് പിന്നീട് അഭേദ്യമായ ബന്ധമുണ്ടാകുന്നുണ്ട്. പിന്നീട് മമ്പ്രം തങ്ങൾക്ക് ശേഷം സെയ്ദ് ഫضل പൂക്കോയ തങ്ങൾ ഉണ്ടാകുമ്പോഴും അവരുമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷം കനോലി വധത്തെ തുടർന്ന് ബ്രിട്ടീഷുകാര് പലരെയും അതിന്റെ ആളുകളെ അന്വേഷിച്ചപ്പോൾ അതിന്റെ യോഗം ചേർന്നത് മണ്ടായപ്പുറത്ത് ഫാമിലിയിലാണ് എന്ന് വരെ ബ്രിട്ടീഷുകാരെ കണ്ടെത്തുകയും അതിൽ നിന്ന് ചില ആളുകളെ പിടികൂടി ഇവിടുന്ന് എക്സൈൽ ചെയ്യുന്ന, ഇവിടുന്ന് പുറത്താക്കുന്ന, നാടുകടത്തുന്ന സംഭവം പോലും ഉണ്ടാകുന്നു. മമ്പ്രം തങ്ങന്മാരുടെ എല്ലാ അർത്ഥത്തിലും അവരുടെ പിന്നാലെ നടക്കുന്ന, അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു വിഭാഗമായിട്ട് ഈ ചരിത്രത്തിൽ ഇവരിൽ പലരെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു.